പേരാമ്പ്ര മണ്ഡലത്തിൽ അവസാന ദിവസത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണൻ. ഇതിപ്പോ 22ാമത്തെ ദിവസം നമുക്ക് കണക്കൂട്ടി പറയാം. എങ്ങനെയുണ്ടായിരുന്നു ഈ ദിവസങ്ങൾ? അത്രയും അനുകൂലമാണോ ഇത്തവണയും? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ജനങ്ങൾ വലിയ തോതിൽ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് താഴെ ജനങ്ങളിലേക്ക് ഇറങ്ങിയപ്പം ഞങ്ങളുടെ മുമ്പിലുള്ള അനുഭവം. പേരാമ്പ്ര മണ്ഡലത്തിൽ നിറവേറ്റിയ അല്ലെങ്കിൽ നിർവഹിച്ച വികസന പ്രവർത്തനങ്ങളുടെ അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. ഇവിടെ UDF പറയുന്നത് പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിൽ ഒരു വികസനവും നടന്നിട്ടില്ല, ഇവിടെ വികസന മുരടിപ്പാണ്. വികസന മുരടിപ്പ് എന്ന് പറഞ്ഞാൽ ഈ മണ്ഡലത്തിൽ യാത്ര ചെയ്യുന്ന ഒരാൾക്കും അത് പറയാൻ കഴിയില്ല. ഞാൻ ഒരുപാട് സമരങ്ങളുടെ മുമ്പിൽ ഞാൻ നിന്നിട്ടുണ്ട്. ഇവിടെ കൃഷിക്കാർക്ക് ഭൂമിയുടെ അവകാശം കിട്ടാൻ, പട്ടയം ലഭിക്കാൻ, തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് തൊഴിൽ സംരക്ഷണം കിട്ടാൻ, ഇങ്ങനെ നാനാവിധ പ്രവർത്തനങ്ങൾക്ക് ഞാൻ നേതൃത്വം നൽകി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ശരി മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. നന്മ മാത്രമേ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഓളങ്ങളൊന്നും ഇവിടെ കാര്യമായിട്ട് ബാധിക്കുന്ന കാര്യമല്ല. ബോഡി ഇലക്ഷന് പേരാമ്പ്ര പഞ്ചായത്ത് കയ്യിൽ നിന്ന് പോയിരുന്നു. പോയിട്ടുണ്ട്. ഞങ്ങളതിൻ്റെ കാരണം പരിശോധിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിൽ നിന്ന് ജനങ്ങൾക്ക് പറയാം, ഞങ്ങൾ ജനങ്ങളിലേക്കാണ് പോയത്. ഞങ്ങളാരും പോയത് മറ്റേ PR വർക്കിൻ്റെ ഭാഗമായിട്ട് പോയതല്ല. അതാണ് ഞങ്ങൾക്ക് നൽകുന്ന കരുത്ത്. ഇനിയിപ്പോൾ ജനവിധി എന്താണോ ആ ജനവിധി ഞങ്ങൾ മാനിക്കും. ഏതായാലും കഴിഞ്ഞ തവണ 2021 തിരഞ്ഞെടുപ്പിൽ TP രാമകൃഷ്ണൻ ഏതാണ്ട് 22,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് മണ്ഡലം കൈയടക്കിയത്. ആ സമയത്ത് അത്രത്തോളം ശക്തമായ ഒരു സ്ഥാനാർത്ഥി എതിർവശത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ അത് മാറുന്നത് ഫാത്തിമ തഹ്ലിയുടെ വരവോടുകൂടിയാണ്. ഏതായാലും ഇത്തവണ എങ്ങനെയായിരിക്കും ഈ ഒരു ഫലമെന്നൊക്കെ ഏതായാലും കണ്ടു തന്നെ അറിയണം. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.